ഇത് ഈ ഒരു സ്റ്റോറിയുടെ 9ാമത്തെ പാർട്ടാണ്. ബാക്കിയുള്ള ഭാഗങ്ങൾ കേട്ടിട്ടില്ലാത്തവർ കേൾക്കാൻ ശ്രമിക്കുക. പെണ്ണിന്റെ മൗനത്തെക്കാൾ വലിയ വജ്രായുധം ഈ പ്രപഞ്ചത്തിൽ ഇന്ദ്രന്റെ കയ്യിൽ പോലുമില്ല. ടൂർ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ ഞാനൊന്നും മിണ്ടാതെ മൗനമായിരുന്നു. എന്റെ മൗനത്തിന് കാരണക്കാരൻ മുൻപിലെ സീറ്റിൽ തന്നെ ഇരിപ്പുണ്ട്. എന്താ കീർത്തി, സുഖമല്ലേ എന്നൊക്കെ ശാരി ചേച്ചി ചോദിക്കുമ്പോഴും തലവേദനയാണെന്ന് തോന്നുന്നു ചേച്ചി, ഞാനൊന്ന് കിടക്കട്ടെ എന്ന് ഞാൻ മറുപടി പറഞ്ഞു. അപ്പോഴും ഉണ്ണിയേട്ടൻ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു. ഞാൻ എന്റെ തല അല്പം താഴ്ത്തി മുഖം അല്പം കറുപ്പിച്ച് നല്ല ദേഷ്യത്തോടെ ഒന്ന് തുറച്ചു നോക്കി. അളിയ, വണ്ടി നമ്മുടെ വീട്ടിലേക്ക് പൊക്കോട്ടെ എന്ന് ശാരി ചേച്ചിയുടെ ഭർത്താവ് പറയുമ്പോഴും ഞാൻ ആ കിടപ്പിൽ തന്നെ കിടക്കുമായിരുന്നു. വണ്ടി അവരുടെ വീടിന് മുന്നിലെത്തിയപ്പോ തന്നെ ശാരി ചേച്ചി ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞുങ്ങളെ പൊക്കിയെടുത്തുകൊണ്ട് അകത്തേക്ക് കയറി. നിങ്ങൾ വീട്ടിലേക്ക് കയറുന്നില്ലേ? ഇല്ല ചേച്ചി, ഇവക്ക് സുഖമില്ലല്ലോ, ഞങ്ങൾ വീട്ടിൽ പോയി ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ. കീർത്തി, നീ മുൻപിലെ സീറ്റിലേക്ക് വരുന്നുണ്ടോ? ഇല്ല, എനിക്ക് തലവേദനയുണ്ട്, ഞാൻ ഇവിടെ കിടന്നോളാം. ഞാൻ പിൻസീറ്റിൽ കിടക്കുമ്പോൾ ഉണ്ണിയേട്ടൻ വണ്ടിയെടുത്തു. ആ സമയം എനിക്ക് തന്നെ അറിയാമായിരുന്നു മുൻസീറ്റിൽ പിടിച്ചിരുത്തി പതുക്കെ കൊഞ്ചിക്കുഴയാനും എന്തേലും പറഞ്ഞെന്റെ മൂഡ് മാറ്റാനുമാണെന്ന്. വണ്ടി എടുത്തു കഴിഞ്ഞ് മുൻസീറ്റിലിരുന്ന് ഉണ്ണിയേട്ടൻ എന്തൊക്കെ പറയുമ്പോഴും ഞാൻ പുറത്തെ കാഴ്ചകൾ കണ്ടങ്ങനെയിരുന്നു. വീട്ടിലെത്തിയപ്പോഴും ഞാൻ ഉണ്ണിയേട്ടനോടും അമ്മയോടും ഒന്നും സംസാരിക്കാതെ ആരോടും ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറിപ്പോയി. ഞാൻ മുറിയിൽ കയറി കതക് ശക്തിയായി വലിച്ചടച്ച് കട്ടിൽ കയറി അങ്ങനെ കിടന്നു. ഞാൻ പിണങ്ങി കിടക്കുമ്പോഴും ഉണ്ണിയേട്ടൻ വന്നെന്നെ തോണ്ടി വിളിക്കുന്നുണ്ടായിരുന്നു. എടോ, താനിങ്ങനെ പിണങ്ങല്ലേ, ഞാൻ വിചാരിച്ചില്ല ഇങ്ങനെയൊക്കെ ആവുമെന്ന്. പരിഹാരമില്ലാത്ത ഒരു കാര്യമില്ലല്ലോ. ദേ, നമുക്ക് രണ്ടുപേർക്കും മാത്രമായിട്ട് ഒരു ട്രിപ്പ് പോകാം. ഞാനല്ലേ പറയണേ, താനൊന്ന് എഴുന്നേറ്റെ. എന്റെ പൊന്നുണ്ണിയേട്ടാ, ഞാൻ ഈ ട്രിപ്പിന് വലിയൊരു തേങ്ങയ്ക്കുമില്ല, പോയെടുത്തോളം മതിയായി. നിങ്ങൾക്ക് ഇനി ട്രിപ്പ് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പെങ്ങളെയോ അളിയനെയോ ആരാണെന്ന് വെച്ച് വിളിച്ചോണ്ട് പൊക്കോ, എനിക്ക് യാതൊരു കുഴപ്പമില്ല. ഒറ്റ വാക്കിൽ എല്ലാം പറഞ്ഞു തീർച്ച ശേഷം ഞാനൊന്ന് ഫ്രഷ് ആവാനായി പോയി. കുളി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴും ഉണ്ണിയേട്ടൻ ആ ഒരു ബെഡിൽ തന്നെ ഇരിക്കുമായിരുന്നു. ഒന്നുമില്ലേലും ഉണ്ണിയേട്ടന്റെ മനസ്സെപ്പോഴും അങ്ങനെയാണ്. ഭാര്യയ്ക്ക് കൊടുക്കുന്ന അതേ ഇമ്പോർട്ടൻസ് അമ്മയ്ക്കും സഹോദരിക്കും കൊടുക്കുന്നുണ്ട്. ഒരുപക്ഷെ എനിക്ക് മാത്രം വേണമെന്ന് മനസ്സ് വാശി പിടിക്കുമ്പോഴും പലപ്പോഴും അത് സാധിച്ചെന്ന് വരില്ല. ഞാനും ആ ബെഡിൽ ഉണ്ണിയേട്ടനൊപ്പം ചേർന്നിരുന്നു. ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് മൂക്കിനൊരു പിടി വെച്ചു കൊടുത്തു. പോയി ഫ്രഷ് ആയിട്ട് വാ, ഇത്രയും നേരം വണ്ടി ഓടിച്ചതല്ലേ, നല്ല ക്ഷീണമുണ്ട് മുഖത്ത്. അപ്പോഴേക്കും ഞാൻ ഭക്ഷണം എടുത്തു വെച്ചേക്കാം. ഹേ കീർത്തി, സോറി. ഉണ്ണിയേട്ടന് സോറി പറയുന്ന സമയത്ത് ഞാൻ കുറച്ച് ജാടയിട്ട് നിന്നു. അതെ, ഞാനിതൊന്നും മറന്നെന്ന് വിചാരിക്കണ്ട. ഇനി ഇതുപോലെ എന്നെ കള്ളം പറഞ്ഞ് കൊതിപ്പിച്ചിട്ട് അവസാനം എല്ലാം കുളമാക്കിയ ഞാൻ പിന്നെ ഒരിക്കലും മിണ്ടാൻ വരില്ല. എല്ലാ പിണക്കത്തിന് ശേഷവും ഒരിണക്കമുണ്ട്. ആ ഒരു സമയം കിട്ടുന്ന സംതൃപ്തി അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. രണ്ടുപേരുടെ മുഖത്ത് ഒരു പുഞ്ചിരി ഉണ്ടായിരിക്കും. അത് തന്റെ ഇണയെ തന്നിലേക്ക് അറിയാതെ ആകർഷിക്കുന്ന ഒരു സമയമാണ്. ആ സമയം കിട്ടുന്ന ആലിംഗനത്തിനും ചുംബനത്തിനും ഇരട്ടി മധുരമായിരിക്കും. ഞങ്ങളുടെ ആ സ്വകാര്യ നിമിഷത്തിനിടയിൽ പ്രതീക്ഷിക്കാതെ ഒരു കോള് വന്നു. അത് ഉണ്ണിയേട്ടന്റെ ഓഫീസിൽ നിന്നായിരുന്നു. ആദ്യം എടുക്കണ്ട എന്ന് പറഞ്ഞ് ഫോൺ മാറ്റിവെച്ചു. എന്തേലും അത്യാവശ്യത്തിന് വിളിക്കുകയായിരിക്കും എന്ന് പറഞ്ഞ് ഞാൻ നിർബന്ധിച്ചപ്പോ ഉണ്ണിയേട്ടൻ ഫോൺ എടുത്തു. സംസാരിച്ചു തുടങ്ങിയപ്പോ ഞാൻ കണ്ട ആ മുഖത്തെ പുഞ്ചിരി പതുക്കെ അപ്രത്യക്ഷമായി. ഒന്നും തിരിച്ചു പറയാതെ ടെൻഷൻ അടിച്ചിരിക്കുന്ന ഉണ്ണിയേട്ടന്റെ അടുക്കിലേക്ക് ഞാൻ ബെഡിൽ നിന്നും എഴുന്നേറ്റ് നടന്നു. എന്താ, എന്തു പറ്റി? ഫോൺ കട്ട് ചെയ്തതും പെട്ടെന്ന് തന്നെ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കുടിച്ചു. എന്താ, എന്തു പറ്റി? എന്തേലും ഒന്ന് പറ, ഇങ്ങനെ മിണ്ടാതെ നിൽക്കാതെ. നാളെ മുതൽ ജോലിക്ക് വരണ്ട എന്നാ പറഞ്ഞത്. ജോലിക്ക് വരണ്ടെന്നോ? ജോലിക്ക് വരണ്ട എന്ന് പറയാൻ എന്തെങ്കിലും കാരണം കാണുമല്ലോ. അതൊന്നും അവർ പറയുന്നില്ല. ചോദിക്കുമ്പോ എന്തൊക്കെ തട്ടാമുട്ട ന്യായങ്ങളാണ് അവർ പറയുന്നത്. ഞങ്ങൾ ആ ഒരു നിമിഷം നന്നായി ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോ ഉണ്ണിയേട്ടന്റെ മൊബൈൽ വീണ്ടും ഒരു കാൾ വരുന്നു. അത് ഉണ്ണിയേട്ടന്റെ ഓഫീസിൽ തന്നെ ജോലി ചെയ്യുന്ന മറ്റൊരാളായിരുന്നു. അയാൾ ഉണ്ണിയേട്ടന് ജോലി പോയ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായി പറഞ്ഞു തന്നു. ജോലി പോകാൻ കാരണം ഉണ്ണിയേട്ടന്റെ അമ്മാവനാണ്. അയാളും ആ ഒരു കമ്പനിയുടെ ഓണറും നല്ല പരിചയക്കാരാണ്. ഉണ്ണിയേട്ടനോടും എന്നോടുള്ള ദേഷ്യം അയാൾ തീർത്തത് ഞങ്ങൾ കുടിക്കുന്ന കഞ്ഞിയിൽ മണ്ണ് വാരിയിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ ഞാനും ഒരു കാരണക്കാരിയാണ്. അയാൾ വന്ന സമയത്ത് ഞാൻ ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഉണ്ണിയേട്ടൻ ഈ ഒരു ഗതി വരില്ലായിരുന്നു. എനിക്ക് വേണ്ടി ഉണ്ണിയേട്ടൻ അവരോട് കാണിച്ച ആ പ്രവൃത്തി അയാൾക്ക് അത്രത്തോളം പകയായി മാറി. ഞാൻ കുറച്ചുനേരം ഉണ്ണിയേട്ടന്റെ അരികിൽ ചേർന്നിരുന്നു. അപ്പോഴേക്കും നേരെ ഉരുട്ടി തുടങ്ങിയിരുന്നു. ഞാൻ ഒരുപക്ഷെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും ഉണ്ണിയേട്ടന്റെ നെഞ്ചിൽ വീണ തീ അത് ആളിക്കത്തുന്നുണ്ടായിരുന്നു. എന്നാലും അയാൾ ഇമ്മാതിരി ഒരു ചതി ചെയ്യുമെന്ന് വിചാരിച്ചില്ല. സമയം ഇത്രയായല്ലേ, നിങ്ങൾ എന്തെങ്കിലും വന്ന് കഴിക്ക്. ഞാൻ കൂടെ കൂടെ നിർബന്ധിക്കുമ്പോഴും ഉണ്ണിയേട്ടൻ വിശപ്പില്ല എന്ന് പറഞ്ഞ് മാറിയിരുന്നു. പെട്ടെന്നാണ് ഉമ്മറത്തെ വാതിലിൽ ആരോ നല്ല ശക്തിയായി ആഞ്ഞിടിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചത്. ഞാൻ വാതിൽ തുറക്കാൻ ചെന്നതും ഉണ്ണിയേട്ടൻ എന്നെ ഒന്ന് തടഞ്ഞു. വാതിൽ തുറന്നത് ഉണ്ണിയേട്ടനാണ്. ഹാ, എവിടാ ഞങ്ങളുടെ കാശ്? നിന്റെ ജോലി പോയതൊക്കെ ഞങ്ങൾ അറിഞ്ഞു. ഇനി നീ ഞങ്ങളുടെ പൈസ എങ്ങനെ തരാനാ? ഞങ്ങളുടെ പൈസ ഇപ്പൊ കിട്ടണം.
എന്ന് പറഞ്ഞയാൾ ഉണ്ണിയേട്ടൻ ഷർട്ടിന്റെ കോളർ കയർപ്പിടിച്ചു. അയ്യോ ഒന്ന് ചെയ്യല്ലേ എന്ന് പറഞ്ഞ് ഞാൻ പേടിച്ച് കരഞ്ഞു. അപ്പോഴേക്കും ഉറങ്ങിക്കിടന്നിരുന്ന അമ്മ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് വന്നു. ഞാൻ നടന്ന സംഭവങ്ങളെല്ലാം കരഞ്ഞുകൊണ്ട് അമ്മയോട് പറഞ്ഞു. ഉണ്ണിയേട്ടൻ അവരോട് എത്ര പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടും അവർ ഒന്നിനും കൂട്ടാക്കുന്നില്ല. നീ പൈസയൊക്കെ തൊളിപ്പിച്ചു വെച്ചിട്ട് നീ വെറുതെ നമ്പർ ഇറക്കല്ലടാ ഉണ്ണികൃഷ്ണ. വേഗം പോയി നിന്റെ പെണ്ണുമ്പിളുടെ സ്വർണ്ണം ഇങ്ങ് എടുത്തോണ്ട് വാ. നിനക്ക് സ്ത്രീധനം കുറെ കിട്ടിയെന്ന് നിന്റെ അമ്മാവൻ ഞങ്ങളോട് പറഞ്ഞു. എവള് രണ്ടാം ഘട്ടാണല്ലേ, നല്ല പൂത്ത കാശാണല്ലേ അളിയ. അവർ തുടർച്ചയായി എന്നെ നോക്കി ഓരോന്ന് പറയുമ്പോ ഉണ്ണിയേട്ടൻ അതിലൊരുത്തിന്റെ കഴുത്തിന് കയറി പിടിച്ചു. എടാ വീട്ടിൽ കയറി ഒന്ന് തോന്നിയ ദിവസം പറഞ്ഞോണ്ടല്ലോ, എന്റെ പൈസ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തിരിച്ചു തരും. ഇനി ഒരുത്തന്നെ എന്റെ വീടിന് മുന്നിൽ കണ്ട ഞാൻ പോലീസിനെ വിളിക്കും. എടാ ഞങ്ങളുടെ കയ്യിൽ നിന്ന് കാശ് മേടിക്കുന്ന സമയത്ത് നിനക്ക് ഈ സംസാരമൊന്നും അല്ലായിരുന്നല്ലോ. ഞങ്ങളുടെ കാശ് മുഴുവൻ നീ നിന്റെ പെണ്ണുമ്പളക്കടെ തിന്നു തീർത്തിട്ട് ക്യാഷ് ചോദിക്കാൻ വന്ന ഞങ്ങളിപ്പം തോന്നിവാസികൾ. നീ പുറത്തോട്ട് വാ, ഞങ്ങൾ കാണിച്ചു തരാം എന്ന് പറഞ്ഞവർ പുറത്തേക്കിറങ്ങി. ആ സമയം എന്റെ നെഞ്ചി കിടന്ന് ഇടിക്കുന്നുണ്ടായിരുന്നു. ഉണ്ണിയേട്ടാ എന്താ ഇതൊക്കെ, എനിക്ക് പേടിയാവുന്നുണ്ട്. ഞാൻ ഉണ്ണിയേട്ടനോട് അത് പറയുമ്പോഴും ഉണ്ണിയേട്ടൻ എന്നെ ഒന്ന് ചേർത്ത് പിടിച്ചു. അപ്പോഴേക്കും എന്റെ കൈയും കാലം നല്ല രീതിയിൽ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഇതുപോലൊരു കാഴ്ച എന്റെ ജീവിതത്തിൽ ഞാൻ മുൻപ് കണ്ടിട്ടില്ല. നമ്മൾ എത്ര നല്ല സാഹചര്യത്തിലും വളർന്നവരാണ് എങ്കിലും ശരി തന്നെ, ചെന്ന് കയറുന്ന വീട്ടിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടായാൽ ഒരിക്കലും മനസ്സ് തളരരുത്. ഞാൻ എന്റെ കയ്യിൽ കിടന്ന വളയും മോതിരവും കഴുത്തിലെ മാലയും ഊരി ഉണ്ണിയേട്ടന്റെ കയ്യിൽ കൊടുത്തു. ഇതെത്ര കിട്ടുമെന്നൊന്നും എനിക്കറിയില്ല. ഉണ്ണിയേട്ടൻ ഇത് വിറ്റോ പണയം വെച്ചോ അവിടെ കടം തീർത്തു കൊടുക്ക്. എനിക്ക് വയ്യ ഇങ്ങനെ ടെൻഷൻ അടിച്ച് ചാവാൻ. അത് പറയുമ്പോ ഉണ്ണിയേട്ടന്റെ മുഖം നല്ലപോലെ കറുത്തിട്ടുണ്ടിരുന്നു. കീർത്തി, ഞാൻ വാങ്ങിച്ച പൈസയാണെന്നുണ്ടെങ്കിൽ അത് ഞാൻ തന്നെ തിരിച്ചു കൊടുത്തോളാം. നീ തരുന്ന ഈ സ്വർണം വിറ്റ് കടം തീർത്താ പിന്നെ ഇപ്പം വന്ന് കയറിയവന്മാരും ഞാനും തമ്മിൽ എന്താ വ്യത്യാസം? അത് പറഞ്ഞ് ഉണ്ണിയേട്ടൻ അകത്തേക്ക് കയറിപ്പോയി. ആ സമയം എന്റെ കൂടെ അമ്മ നിപ്പുണ്ടായിരുന്നു. അവൻ അച്ഛനില്ലാതെ വളർന്ന നമ്മളെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ കുടുംബം ഇങ്ങനെയാക്കാൻ. ഇതിന്റെ പേരില് മോൾ അവനോട് ദേഷ്യമൊന്നും കാണിക്കരുത് എന്ന് പറഞ്ഞ് അമ്മ അകത്തേക്ക് കയറിപ്പോയി. അത് പറഞ്ഞു കേട്ട സമയം തന്നെ ഞാൻ ഉമ്മറപ്പടിയിൽ നിന്നും അകത്തേക്ക് കയറി. ഉണ്ണിയേട്ടൻ മുറിക്കകത്തുണ്ടായിരുന്നു. ആ സമയം എനിക്കൊന്നും സംസാരിക്കാൻ തോന്നിയില്ല. ഞാനൊരു ഗ്ലാസ് വെള്ളം എടുത്തുകൊണ്ടുവന്ന് ഉണ്ണിയേട്ടന് കൊടുത്തു. അതെ, നിങ്ങളിങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല. നമുക്ക് എന്താ വേണ്ടെന്ന് ആലോചിക്കാം. ഒരു ജോലി പോയാ പിന്നെ വേറെ ജോലി, വേറെ എന്തെങ്കിലും ജോലിയും കൂടെ നോക്ക്. കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കി കാര്യം അപ്പം നോക്കാം, അതുപോരെ? ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഉണ്ണിയേട്ടന്റെ മുടിയിൽ തലോടുന്ന സമയത്ത് ഉണ്ണിയേട്ടന്റെ മുഖത്ത് വല്ലാത്തൊരു ആശ്വാസം ഉണ്ടായിരുന്നു. കൂടെ നിൽക്കുന്ന ആൾക്കാരുടെ മനസ്സൊന്നും അറിയാൻ ശ്രമിച്ചില്ലെങ്കിൽ പിന്നെ ഒരുമിച്ച് ജീവിക്കുന്ന നിമിഷങ്ങൾക്ക് എന്താണ് അർത്ഥമുള്ളത്? ഞാൻ ആ നിമിഷം ഉണ്ണിയേട്ടൻ നെഞ്ചിലേക്കൊന്ന് ചാഞ്ഞു. ആ ഒരു നിമിഷം എനിക്കും ഉണ്ണിയേട്ടനും ഒരുപോലെ ആത്മവിശ്വാസം പകർന്നു തന്നു. ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ശക്തി അത് ആത്മവിശ്വാസമാണ്. ഈ കഥയുടെ ഈ ഒരു ഭാഗം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്തൊരു ഭാഗം ഈ ഒരു ചാനൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കഥ കേട്ട എല്ലാവർക്കും ഒരുപാട് നന്ദി.